ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലിവിങ് വിത്ത് അസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അതോടൊപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടാണ് എനിക്ക്. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്മേനെയും കൂട്ടിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. ഇന്ന് വിവാഹ വാർഷികവും ശ്രീകൃഷ്ണ ജയന്തിയും അതുപോലെ അബീൻ്റെ പിറന്നാളും കൂടിയാണ്. അപ്പം എല്ലാം കൂടെ ഒത്തൊരുമിച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ തന്നെയായിരുന്നു ഇന്ന്. ഞങ്ങൾ പോകുന്നത് കോഴിക്കോട് പുതിയമ്പലത്തിലാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ് ട്രാവൽ ചെയ്യണം നമുക്ക് ഈ അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടി. വേറൊന്നും പറയല്ല, ഇത്രയും കാലം സഹിച്ചതിനൊന്നും പറയല്ല. ഞങ്ങളുടെ കല്യാണം 2021 കഴിഞ്ഞിരുന്നത്. ഇന്നേക്കിപ്പം 5 വർഷമായിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. ഈ ഒരു 5 വർഷം ഞങ്ങൾ തമ്മിൽ നല്ല ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ട്. സ്നേഹവും വഴക്കവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ ഏജിലുള്ള ആൾക്കാരാണ്. അപ്പം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏട്ടാന്നോ അങ്ങനെയൊന്നും വിളിക്കേണ്ട ഒരു ആവശ്യകത വന്നിട്ടില്ല. എങ്കിലും ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട് കേട്ടോ. കൂടുതൽ സ്നേഹം തോന്നുമ്പോഴാണ് ഏട്ടാവിളിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവന് മനസ്സിലാവും എന്തോ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വിളിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഏട്ടാന്ന് വിളിക്കാത്തതിൽ വീട്ടുകാർക്ക് പരാതിയൊന്നുമില്ല കേട്ടോ, നാട്ടുകാർക്കേ പരാതി ഉണ്ടാവുള്ളൂ. അമ്മ, മരുമോളെ പറ്റി എന്താ അഭിപ്രായം? മോള് നല്ല പുള്ളിക്കാരി, നല്ല അഭിപ്രായം തന്നെ കേട്ടല്ലോ. മഴയൊക്കെ പോയി വെയിൽ വന്നതോട് കൂടിയിട്ട് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. വെയിലിൻ്റെ ചൂടടിക്കുമ്പോഴത്തേക്കും മനുഷ്യൻ തളർന്നു പോകും. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. നമ്മളധികവും പുതിയ അമ്പലത്തിൽ തന്നെയാണ് വരാറ്. എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഓണം, വിഷു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അധികവും നമ്മളിവിടെ തന്നെയാണ് വരാറ്, ഞാനും അബിയും. ഇപ്പോൾ കുറച്ചായി ഞാനിവിടെ വന്നിട്ട്. അപ്പോൾ ഇവിടെ കുറേ റിനോവേഷൻ പണികളൊക്കെ നടന്നിട്ടുണ്ട്. അമ്പലത്തിൽ ഭജന പോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വഴിപാട് കൗണ്ടറിൽ പോയിട്ട് വഴിപാട് നേർച്ചയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി തൊഴുതു, പുറത്തെത്തി. അവിടെ നിന്നുള്ള വ്യൂ ആണിതൊക്കെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാണ്. ഇപ്പോൾ ബീച്ച് റോഡിലുള്ള സോപാനം വെജിറ്റേറിയൻ ഹോട്ടലിലാണ് പോയത്. അബി പറഞ്ഞു ഇവിടെ നല്ല പൊടി ഇഡ്ഡലി കിട്ടുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും പൊടി ഇഡ്ഡലി ഓർഡർ ചെയ്തു. അമ്മയ്ക്ക് പിന്നെ എപ്പോഴും മസാല ദോശയാണ് ഇഷ്ടം രാവിലെ കഴിക്കാനായിട്ട്, പുറത്താണെങ്കിലും. അപ്പോൾ പുള്ളിക്കാരി അതാണ് ഓർഡർ ചെയ്തത്. പിന്നെ അമ്മയുടെ മസാല ദോശ എത്തിയപ്പോഴേക്കും വിശപ്പ് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് അമ്മയുടെ അടുത്ത് നിന്ന് 2 വായ കഴിച്ചു ഞാൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടുത്തെ മസാല ദോശയ്ക്കൊക്കെ. അങ്ങനെ നമ്മൾ ഐറ്റം എത്തിയിട്ടുണ്ട്, പൊടി ഇഡ്ഡലി. അപ്പോൾ ഞാൻ നന്ദുനോട് പറയാം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ. ഞാൻ ആദ്യമായിട്ടാണ് പൊടി ഇഡ്ഡലി കഴിക്കുന്നത്. അപ്പോൾ അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നല്ലതായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പൊടി ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഇനി വീട്ടിൽ പോകണം. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തിച്ച് കൊടുത്തു. ഇനി അതിൻ്റെ പരിപാടികളൊക്കെ നോക്കണം. അങ്ങനെ ഇന്ന് ബിരിയാണി വെക്കാനാണ് പ്ലാന്. ഇപ്പോൾ ചിക്കനും ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. കൂടെ ഞാൻ 2 സിപ്പപ്പും വാങ്ങി. അമ്മയ്ക്ക് സിപ്പപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ ബിരിയാണിക്ക് ആരാ വസ്തു ഉണ്ടാക്കാൻ? അമ്മ. ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ.
അബീൻ്റെ അമ്മ എനിക്ക് എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ്. ഞാൻ എൻ്റെ അമ്മേനോട് കാണിക്കുന്ന എല്ലാ കോപ്രായങ്ങളും ഞാൻ അമ്മയോട് കാണിക്കാറുണ്ട്. അമ്മയ്ക്ക് പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് എന്നെയും വലിയ കാര്യമാണ് അമ്മയ്ക്ക്. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ അടിയൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ ഇപ്പോൾ ലൈഫാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുപ്പം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലേ ഉള്ളൂ. അങ്ങനെ വലിയൊരു അടിയിലേക്കൊന്നും ഞങ്ങൾ നീങ്ങിയിട്ടുമില്ല. അതപ്പോൾ തന്നെ ഒരു രാത്രി കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളെയൊക്കെ എന്തായാലും ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ എല്ലാം പെർഫെക്റ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ ജീവിക്കുന്നവരുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ നമുക്ക് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു കാര്യം ആലോചിക്കണം, എല്ലാവരും എല്ലാം തികഞ്ഞ ആൾക്കാരല്ല. എല്ലാവർക്കും അവരുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണെന്നും ഇല്ല, അമ്മ പെർഫെക്റ്റ് ആണെന്നില്ല. അവരുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്തായാലും ഉണ്ടാവും, എൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്തായാലും ഉണ്ടാവും. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കുകയും അതുപോലെ പൊറുക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അല്ലാതെ ഒരു വൈരാഗ്യം വെച്ചിട്ട് മറ്റുള്ള ആളോട് പെരുമാറുകയോ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞങ്ങളാരും അങ്ങനെ ചിന്തിക്കാറും ഇല്ല കേട്ടോ. എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ എനിക്കെല്ലാവരും വേണമെന്നുള്ള ഒരാളാണ്. അപ്പം അച്ഛൻ, അമ്മ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം, അവരുടെ ഫാമിലി ഉണ്ടായിരിക്കണം. എല്ലാം ഒത്തൊരുമയോട് കൂടിയിട്ട് ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ തമ്മിൽ അടിയായിട്ട് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം അങ്ങനെയൊന്നും ജീവിക്കാൻ എനിക്കിഷ്ടം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടോ, നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പം മഞ്ഞച്ചോറല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മൾ വെള്ള കളറിലാണ് ഇപ്പം ചോറുണ്ടാക്കിയത്. അപ്പം ബിരിയാണി അത്യാവശ്യം മഞ്ഞ കളറിലാണല്ലോ നമ്മൾ കാണാറ്. പിന്നെ അതാ നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഗസ്റ്റായിരുന്നു നമ്മുടെ. അപ്പം ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. പിന്നെ വരുന്നവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മര്യാദയാണല്ലോ. അപ്പം അവർക്ക് ഫുഡൊക്കെ കൊടുത്തു, അവരോട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. അതെല്ലാം ഒരു സന്തോഷം. പിന്നെ നമുക്ക് വൈകുന്നേരം ശ്രീകൃഷ്ണജയന്തി കാണാനുണ്ടായിരുന്നു. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ മെയിൻ റോഡ് പോകുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ കൂടെ ഘോഷയാത്ര അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി അമ്മയും ഞാനും അബിയുടെ ഫ്രണ്ട്സും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇതാ കണ്ണമോനെ അത് ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ്. ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ആൾ. പിന്നെ അവർ ഒരു ഡാൻസൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണൻ്റെ മറ്റേ ഏതായിരുന്നു സിനിമ, നന്ദന സിനിമയിലെ പാട്ടുണ്ടായിരുന്നില്ലേ കൃഷ്ണൻ്റെ, ആ പാട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിൽ മിഥുനമഴ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ, അതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പുറകിലാണ് നമ്മളെ ഘോഷയാത്ര വരുന്നത്. ആദ്യം ഇവരുടെ ഡാൻസ് ആയിരുന്നു ആദ്യം കണ്ടിരുന്നത്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. താരകാപുരിയിലേക്കുള്ള അങ്ങനെ ഓരോരോ ടാബ്ലോകളിൽ നമ്മളെ മുന്നോട്ട് എങ്ങനെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് സമയത്തൊക്കെ ഞാൻ ബാലഗോകുലവും ശ്രീകൃഷ്ണജയന്തിയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പം ആ ഒരു സമയത്തുള്ള ഒരു ഓർമ്മകളൊക്കെ ഇത് കാണുമ്പോൾ അങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു.
നമ്മളിതാ രാത്രി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മക്കാനിയിലേക്ക് വന്നേക്കുക. മക്കാനിയുടെ ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ്. അപ്പം നമ്മളെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സ്പോട്ടാണിത്. അപ്പം രാത്രി കാലങ്ങളിലോ അല്ല വൈകുന്നേര സമയത്തൊക്കെ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് വന്നിരുന്ന് ചായ കുടിക്കാനും സൊറ പറയാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം ചുറ്റപ്പെട്ടിരിക്കുന്നത് പുഴയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുവിലാണ് ഇത് വരുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആനിവേഴ്സറീൻ്റെ കേക്ക് ഇതാ രാത്രിയാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ കൂട്ടുകാരെന്ന് പറയുമ്പോണ്ടല്ലോ ഏറ്റവും സേഫസ്റ്റ് പ്ലേസായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കൂട്ടുകാരാണ്. അപ്പം ഞാൻ അബീൻ്റെ ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ അത്രയും ക്ലോസാണ്. അവരോടത്ത് സംസാരിക്കാനും അവരുടെ ഒരു ചേച്ചിയോ അല്ലെങ്കിൽ അനിയത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിട്ട് മാറി അവരുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ മസിൽ പിടിച്ചിരിക്കുക, വർത്തമാനം പറയാതെ ജാട കാണിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഞാൻ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും കേട്ടോ. എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പോൾ നമ്മുടെ സന്തോഷത്തിൽ ഇവരൊരു പാർട്ട് ആണെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര പ്രൗഡ് തന്നെയാണ്. കാരണം ഇവരെല്ലാവരും എനിക്ക് അത്രയും ഇഷ്ടമുള്ള ആൾക്കാരാണ്. പിന്നെ ഇവരില്ലാതെ എന്ത് ആഘോഷം. പിന്നെ ഇതൊന്നുമല്ല കേട്ടോ, നന്ദുവിന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അവൻ്റെ നാട്ടിൽ. അപ്പം അവരിലെല്ലാവരുമായിട്ട് സംസാരിക്കും. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ക്ലോസ് സർക്കിൾ ഇവരാണ്. അപ്പം ഇവരുമായിട്ടാണ് ഞാൻ കൂടുതൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, സംസാരിക്കുന്നതും. പുറത്തു പോവാണെങ്കിലും അല്ലെങ്കിൽ ട്രിപ്പ് പോവാണെങ്കിലൊക്കെ ഞാൻ ഇവരുമായിട്ടാണ് കൂടുതൽ ഉണ്ടാവാറ്. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ആൾ ബാക്കിലാണ്. പാറുമായിട്ടും നല്ല ക്ലോസ് ആണ് കേട്ടോ. പാറുവിനെ എനിക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവളെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറിന്റെ കൂടെ തന്നെ ജോണിറ്റേന്റെയോ അടിപൊളി പരിപാടിയാണ്. അമ്മേ, അപ്പൊ ഞങ്ങളെല്ലാരും പോവാണ് ഗൈസ്. അങ്ങനെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ടും വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.